പാർത്ത നമ്മുടെ കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ഭംഗിയുള്ള പ്രദേശം തന്നെയാണ് മലപ്പുറം. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ലക്ഷദ്വീപിൽ നിന്ന് പോലും സ്ത്രീകൾ മലപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്തിനാണ് അവരെത്തുന്നത്? പ്രസവിക്കാനായിട്ട്. വീട്ടിൽ നിന്ന് പ്രസവിക്കാനായിട്ട് സ്ത്രീകൾ പല ദിക്കുകളിൽ നിന്നും മലപ്പുറത്തേക്ക് വരുന്നു. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ വളരെ ദുരൂഹമായിട്ട് നടക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യ വകുപ്പ് നൽകിയ ഒരു വിശദീകരണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് കേരളത്തിൽ നടക്കുന്ന വീട്ടുപ്രസവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വീട്ടുപ്രസവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. നമ്മളെങ്ങനെ ചോദിക്കും, ഈ കാലഘട്ടത്തിലും വീട്ടുപ്രസവമോ? അതൊക്കെ പണ്ടായിരുന്നു. അതൊക്കെ പണ്ടായിരുന്നില്ലേ എന്നുള്ള നിലയ്ക്ക് ചോദിക്കും. പക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വീട്ടുപ്രസവങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടായത്, ഞങ്ങളൊക്കെ അതെ ഉണ്ടായത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു കഥയുണ്ട്. അതായത് പണ്ടുള്ള ഒരു ആൾ പറഞ്ഞൊരു കഥയാണ്. അതായത് ഈ നെല്ല് കുത്തുന്ന ഒരു സമയമുണ്ട്. എൻ്റെ അമ്മ പ്രസവിച്ചത് എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചത് എന്താണ്? ഒരു നെല്ല് കുത്തും ഒരു പ്രസവം, ഒരു നെല്ല് കുത്തും രണ്ടാമത്തെ പ്രസവം എന്നിങ്ങനെ പെറ്റിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ വല്ലതും അറിയാവോ എന്ന് ചോദിക്കുന്ന ഒരു പഴയ തലമുറയുണ്ട് നമുക്ക്. പക്ഷെ അതവർ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. അന്ന് ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ആരോഗ്യ പരിപാലനമായിരുന്നു. ആ രീതിയിലുള്ള വയറ്റാട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് ആ രീതിയിലുള്ള അധ്വാനം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൽ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലെ ഈ പറയുന്ന ജങ്ക് ഫുഡ്സും സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും മാലിന്യങ്ങളും വിഷങ്ങളുമാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. വല്ല സ്ട്രെസ്, ഇപ്പം പറഞ്ഞ പോലെ ഈ പ്രേംകുമാർ പറഞ്ഞതുപോലെ എൻഡോസൾഫാൻ ആയിട്ടുള്ള സീരിയലുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ കുട്ടികളില്ലാണ്ടിരിക്കുന്ന അവസ്ഥകൾ കൂടി രൂപപ്പെടുന്നു. പല ലോകരാജ്യങ്ങൾക്കും ജനസംഖ്യ അധികം ഉണ്ടാവുന്നില്ല, പ്രൊഡക്ഷൻ അധികം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് റഷ്യ പോലുള്ള, ഇന്ത്യ പോലുള്ള, ചൈന പോലുള്ള പല ലോക രാജ്യങ്ങളും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കൂ എന്ന് പല നേതാക്കന്മാരും ഈ സമീപ ദിവസങ്ങളിലൊക്കെ പറയുന്നതുമൊക്കെ നമ്മൾ കേട്ടു. അത് ശരിയാണ്. കാരണം ഈ ലൈംഗിക രോഗങ്ങളും അതുപോലെ തന്നെ ഈ കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന, അതിനുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. IVF ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലൊട്ടാകെ നടക്കുന്ന വീട്ടുപ്രസവങ്ങളിൽ ഏകദേശം 45% മേൽ നടക്കുന്നത് ഈ പറയുന്ന മലപ്പുറത്താണ് എന്നാണ് കണക്കുകൾ. അതായത് 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ കേരളത്തിലെ 523 വീട്ടുപ്രസവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പറയുന്ന ആദ്യ 200 എണ്ണത്തിൽ, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 200 വീട്ടുപ്രസവങ്ങൾ നടന്നതിൽ ഏകദേശം 93 എണ്ണവും മലപ്പുറത്താണ് എന്നാണ് പറയുന്നത്. 93 എണ്ണം മലപ്പുറത്തും, രണ്ടാം സ്ഥാനം കണ്ണൂര് 14 വീട്ടുപ്രസവങ്ങൾ കണ്ണൂർ നടന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ വയനാട്. ഏകദേശം ആ രീതിക്ക് തന്നെ 14 അടുത്ത് തന്നെ വയനാട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ കണ്ണൂരും വയനാടും മലപ്പുറവുമാണ് ഈ രംഗത്ത് വളരെയധികം ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്നത്. ഇതിലെ അപകടം എന്ന് പറയുന്നത്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്രസവം എന്ന് പറയുന്നത്, ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കാര്യം പറയാം. അതായത് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ്, അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പ് നൽകിയ ഒരു മറുപടിയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ മുഴുവനായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതിലാണ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടക്കുന്നു കേരള സംസ്ഥാനത്ത് എന്ന് പറഞ്ഞത്. മലപ്പുറത്തൊരു രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഒരു കുട്ടി മരിച്ചിരുന്നു അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ. കുട്ടിയുടെ തല പുറത്തു വരുന്നില്ല, അതിനെ തുടർന്ന് അവർ ആശുപത്രിയിലേക്ക് പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ പഴയതുപോലെയുള്ള കാലഘട്ടമോ പഴയ പോലുള്ള ശാരീരിക പ്രകൃതമോ ഒന്നും അല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ അധ്വാനം തന്നെ വളരെ കുറവായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ പോലും വീട്ടുപ്രസവത്തിന് വേണ്ടി നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്ക് മതപരമായ ചില കാരണങ്ങളുണ്ടായിരിക്കും. 2 ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് വൈദ്യശാസ്ത്രങ്ങളുണ്ട്. അതായത് നാച്ചുറോപ്പതി, അതുപോലെ തന്നെ അക്യുപങ്ക്ചർ തുടങ്ങിയ യുനാനി തുടങ്ങിയ വൈദ്യശാസ്ത്രങ്ങളുണ്ട്. ഈ
വൈദ്യശാസ്ത്രങ്ങളൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വൈദ്യശാസ്ത്രങ്ങൾക്കൊക്കെ തന്നെ എന്താണ് അതിൻ്റേതായ പരിമിതികളുണ്ട്. അലോപ്പതിക്ക് എല്ലാത്തിനും കഴിയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എമർജൻസി മെഡിസിനാണ്. എമർജൻസി മെഡിസിനിൽ മോഡേൺ മെഡിസിനെ കടത്തിവെട്ടാൻ ഒരു വൈദ്യശാസ്ത്രവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം പണ്ടൊക്കെ ആയുർവേദത്തിൽ പ്രസൂതി ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്നതാണ് ഇവര് ഇതിന് മുമ്പോട്ട് വെക്കുന്ന ന്യായം എന്ന് പറയുന്നത്, പഴയ കാലത്ത് അപ്പം നിങ്ങളൊക്കെ ജനിച്ചത് വയറ്റാട്ടിയുടെ കൈ കൊണ്ടല്ലേ മക്കളെ, ആശുപത്രി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ന്യായം ഈ മോഡേൺ സയൻസിനെ വലിയ രീതിയിൽ നമ്മൾ പ്രശംസിക്കുമ്പോൾ ഇക്കൂട്ടർ പറയുന്ന ന്യായം ഇതാണ്. പക്ഷെ അവർക്ക് അവിടെ തെറ്റിപ്പോകുന്നത് എവിടെയാണ്? പണ്ടത്തെ കാലത്തെ, ഞാൻ അത് വീണ്ടും ഒന്നുകൂടി പറയുന്നത്, പണ്ടത്തെ കാലത്തെ പ്രകൃതിയോ പണ്ടത്തെ കാലത്തെ ഭക്ഷണമോ പണ്ടത്തെ കാലത്തെ അധ്വാനമോ പണ്ട് കാലത്ത് നടക്കുന്ന പോലുള്ള നടത്തമോ ഒന്നും അല്ല ഇത് നടക്കുന്നത്. ഇന്ന് മിനിറ്റിന് എന്താണ് പിന്നെ ഈ പറയുന്ന ഈ പില്ലുകൾ കഴിച്ചുകൊണ്ട് പിന്നെ നിരന്തരം അബോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. വലിയ സ്ട്രെസ് ഇതെല്ലാം ഉണ്ട്. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ നോർമലായ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, അമിതമായ രക്തസ്രാവം. ഇത് പല സ്ത്രീകൾക്കും പല ഇപ്പോൾ ഷുഗർ, പ്രഷർ, അത്തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട് ആവാത്ത പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ തുടങ്ങിയ സകലമായ പ്രശ്നങ്ങളും കൊണ്ട് ഈ ബ്ലീഡിങ് നിലയ്ക്കാത്ത പ്രശ്നമുണ്ട്. ഈ ബ്ലീഡിങ് നിലയ്ക്കാത്ത സമയത്ത് ഇവർ വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഒരു വലിയ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, രക്തം വാർന്ന് മരിക്കും. ഇതാണ് സംഭവിക്കുക. പെട്ടെന്ന് കുട്ടിയുടെ തലയല്ല കാലാണ് പുറത്തു വരുന്നതെങ്കിൽ കുട്ടിക്ക് ശ്വാസം മുട്ടും. ഉടനെ തന്നെ അതിന് വേണ്ട പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കേണ്ടി വരും. പലതരത്തിലുള്ള ആധുനിക പിന്നെ രീതികളുണ്ട് ഇപ്പോൾ കുട്ടിയെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആധുനിക ചികിത്സകളിലും വലിയ കൈപ്പിഴകൾ വന്നു. ഇപ്പം ഞാനത് വായിച്ചത് ഒരു കുട്ടിയുടെ, ഇപ്പോൾ എറണാകുളത്താണോ ഇവിടെ എനിക്ക് ഓർമ്മയില്ല, ഒരു ജില്ലാ ആശുപത്രിയിൽ കുട്ടിയുടെ കൈ തളർന്നു പോയി. ഒരു ഡോക്ടർക്ക് വലിയ പരാതിയുണ്ട്. പ്രസവം എടുക്കുന്ന സമയത്ത് 1-2 കുട്ടികളുടെ കൈ കാലൊക്കെ തളർന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് ഇതിൻ്റെ പരാതി വന്നു. അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല എന്നല്ല. പക്ഷേ ഏറ്റവും സുരക്ഷിതമായി ഇന്നത്തെ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ്. അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഒരു ജീവൻ വെച്ച് കളിക്കാൻ പാടില്ല. കാരണം എൻ്റെ കുഞ്ഞാണ് എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവന് ഞാൻ വില കൊടുക്കേണ്ടതുണ്ട്. ആ കുഞ്ഞിന് അതിൻ്റെതായ വ്യക്തിപരമായ അവകാശങ്ങളുണ്ട്. ഇവിടെ ജനിക്കാനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവരെന്തുകൊണ്ട് ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചില മത സംഘടനകൾ, സാമുദായിക സംഘടനകളൊക്കെയാണ് ഇതിന് പിന്നിൽ. ഇത്തരം ഒരു ചിന്താധാരയിലേക്ക് വീട്ടിലും പ്രസവിക്കാം, ഇന്നത്തെ ആധുനിക സയൻസ് എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള പുരോഗമനത്തിൻ്റെ മേമ്പൊടിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പഴഞ്ചൻ സമ്പ്രദായത്തിലേക്ക് ആ ഒരു രീതിയിൽ കുഞ്ഞിനെ ജനിപ്പിക്കാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കാടത്തമാണ്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ അമ്മയ്ക്കും കുഞ്ഞിനുമാണ്. മരണം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നേരത്തെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പോലീസ് ഇവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇത് വളരെ നിഗൂഢമായിട്ടും വളരെ രഹസ്യവുമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതെന്നാണ്. കാരണം ഈ സ്ത്രീയെ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ, അതായത് ഒരു സ്ഥലത്ത് പോലും പുറത്തു വിടാതെ വീട്ടിൽ മാത്രം അവളെ താമസിപ്പിക്കുകയും മറ്റ് ഫോൺ ബന്ധങ്ങൾ പോലും ആരെങ്കിലുമായിട്ടുള്ള ഫോൺ ബന്ധങ്ങൾ പോലും അവൾ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ചില സംഘടനകളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അത്രയും ദുരൂഹവും അത്രയും ഇതായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ പൊതു നിയമത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ ഇന്നും തയ്യാറല്ല. അവർക്ക് അവരുടേതായ ഒരു സമ്പ്രദായത്തിലൂടെ മുമ്പോട്ട് പോകണം. അത്തരം രീതിയിലുള്ള ആളുകളുടെ മനോഭാവത്തിൻ്റെ പുറത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അല്ല, ഇത് ശരിയാണ്. പക്ഷേ ഇതിൽ ആരാണ് തെറ്റുകാർ? ഈ പറയുന്ന ആളുകൾ മാത്രമാണോ തെറ്റുകാർ? നമ്മളത് ആലോചിക്കേണ്ടത്. കാരണം കേരളത്തിലാണ് ഇത് നടക്കുന്നത്. ഒന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പുമാണ് ഇതിൽ യഥാർത്ഥ തെറ്റുകാർ. ഇവരുടെ അടുത്ത് കൃത്യമായ കണക്കുണ്ട്. ആ കണക്കുണ്ടെങ്കിൽ, അങ്ങനെ പ്രസവിച്ച ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന രീതികളുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഇവർ ആരെയാണ് ഭയക്കുന്നത്? അതാദ്യം ആലോചിക്കണ്ടേ. ഈ പറയുന്ന പോലെ ഈ ചില ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില ആളുകൾ. നിങ്ങൾ ഓരോക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ട്രൈബൽ എന്ന് പറയുന്ന ട്രൈബ്സ് എന്ന് പറയുന്ന അവർ വേറൊരു കൾച്ചറാണ്.
അവർക്ക് അവരുടേതായ രീതികളാണ് ഉള്ളത്. അവർ ഈ ട്രൈബിൽ എത്ര ആളുകൾ പിന്നെ ക്യാൻസർ വന്ന് മരണപ്പെടുന്നുണ്ട് എന്നുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ വളരെ കുറവാണ്. അവർക്ക് വരുന്ന അരിവാൾ രോഗം പോലുള്ള മറ്റു പല രോഗങ്ങളാണ്, അതായത് പോഷകാഹാരം കിട്ടാത്തതിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ കാട്ടിൽ ഇന്ന് കിട്ടാൻ പണ്ട് കിട്ടിയിരുന്ന പോലെ ഭക്ഷണങ്ങളൊന്നും അവർക്ക് യഥാർത്ഥ ഭക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല. അവർ കഴിക്കുന്നത് മറ്റു ഭക്ഷണങ്ങളാണ്, അവർക്ക് അതിൽ നിന്ന് കാര്യമായ പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല. യഥാർത്ഥ പോഷക ഗുണമുള്ള ആഹാരങ്ങളോട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലും അവർക്ക് ഭക്ഷണം ലഭിക്കാതായപ്പോഴാണ് അവർക്ക് ഈ അരിവാൾ രോഗം പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതൊന്നും വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ ആരും തന്നെ നിൽക്കരുത് എന്നാണ് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ഗവൺമെൻറ്റോ ആരോഗ്യവകുപ്പോ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ കണക്കുകളൊക്കെ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ മരണപ്പെടുന്നത്. രണ്ടാമത്തത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മെഡിക്കൽ, അതായത് ഡോക്ടേഴ്സിനോടുള്ള വിശ്വാസ്യതക്കുറവ്. ആശുപത്രിയിൽ പോയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന വിശ്വാസക്കുറവ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭയവും കൂടി, അതായത് ആധുനിക മെഡിക്കൽ സയൻസിനോടുള്ള ഒരു അതൃപ്തി, വിശ്വാസക്കുറവ് കൂടി ഇത്തരം ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ പഴയ സമ്പ്രദായം തന്നെയാണ് ശരി എന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധന വിധേയമാക്കേണ്ടത് തന്നെയാണ്. എന്നാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടയ്ക്ക് വൈറൽ കത്രിക തുടങ്ങിയ ഹർഷിനയുടെ ദുരിതമുണ്ട്. അത്തരം ദുരിതങ്ങൾ കാണുന്ന ആളുകൾ ഈ ഡോക്ടർമാർക്കെതിരായിക്കൊണ്ട് അവർക്കെതിരെ നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത്തരം ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള എത്രയോ ദിവസം സമരം ചെയ്തു, അവരുടെ അടിവയറൊക്കെ പുഴുത്ത്, എന്താ പറയുക, പഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, പുഴുത്ത് എന്നുള്ള ഉദ്ദേശിച്ചത് പഴുത്ത് ബുദ്ധിമുട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ കഷ്ടതകൾ ഞാൻ കണ്ടറിഞ്ഞതാണ്. ഞാൻ നേരിട്ട് അവരോട് എത്രയോ തവണ സംസാരിച്ച ഒരാളാണ്. എന്നിട്ട് പോലും അവർക്ക് നീതി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴും ആ ആളുകൾക്കെതിരായിക്കൊണ്ട് FIR ഒക്കെ ഇട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ സർക്കാർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ നഷ്ടപരിഹാരത്തിനെക്കാട്ടൊക്കെ അപ്പോഴത്തേക്ക് നടപടി എന്നതാണ് വേണ്ടത്. അത് ഇവർ ചെയ്യില്ല. ഈ ഗവൺമെന്റ് ഡോക്ടർമാർ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാർ എന്ത് തെറ്റ് ചെയ്താലും അവരെ അംഗീകരിക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. എന്തായാലും ഒരു പുതുജീവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലായിരിക്കണം. നിലവിൽ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള സാഹചര്യം നൽകുന്നത് ആധുനിക മെഡിക്കൽ സയൻസ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആളുകൾക്ക് ഇതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ഒരു കാരണമല്ല. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അംഗീകരിക്കരുത്. അത് കൃത്യമായി ചികിത്സ കൊടുക്കേണ്ട കേസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം.